ഇല്ല, ഒരു കാരണത്തിന്റെ പേരിലും ഞാനും മാളുവും തമ്മിലുള്ള ജീവിതം ഫെയിലിയർ ആവില്ല. ആവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി അലീനയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്താ താൻ ചിരിച്ചത്? ഒന്നുമില്ല, നീ പേടിക്കണ്ട. ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ദൈവം അങ്ങനെ ഉണ്ടാക്കാതിരിക്കട്ടെ. അത് നമ്മൾ വിചാരിച്ചാൽ തടയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ എന്നെ ഒഴിവാക്കരുതെന്നേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. ഇല്ല അലീന, അങ്ങനെ സംഭവിക്കില്ലെന്ന് അത്രമേൽ ഉറപ്പുള്ളതുകൊണ്ട് താൻ ഇനിയും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അല്ലേ, താൻ തന്റെ പപ്പയുടെ അടുത്തേക്ക് പോവാണെന്ന് മമ്മിയോട് പറഞ്ഞിരുന്നു അല്ലേ? അന്ന് കണ്ടപ്പോ അങ്ങനെ പറഞ്ഞിരുന്നു. എന്നാ താൻ ലണ്ടനിലേക്ക് മടങ്ങുന്നത്? തൽക്കാലം ഉടനെ ഇല്ല. എന്താ പെട്ടെന്ന് തീരുമാനം മാറ്റിയത്? ഞാൻ മാത്രമല്ലല്ലോ തീരുമാനം മാറ്റിയത്. നീ നിന്റെ തീരുമാനം മാറ്റിയില്ലേ? അതുപോലെ ഞാനും എന്റെ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു, അത്രയേ ഉള്ളൂ. കുറച്ചു നാളും കൂടി ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. പേടിക്കണ്ട, നിങ്ങളുടെ ലൈഫിന് കുറുകിയൊന്നും അലീന ഇനി വണ്ടി ഓടിച്ച് കയറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് പാരലലായൊരു റോഡ് ഉണ്ടാവുമല്ലോ, ആ റോഡിൽ ഞാനും ഉണ്ടാവും. അപ്പം നീ ഇതൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. കൂടുതൽ നിന്ന് വിയർക്കണ്ട, പൊയ്ക്കോ. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ജീവിതം വിഷ് ചെയ്യുന്നു. ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞോ? എന്താ ഡോക്ടർ, എന്തൊന്നും മിണ്ടാത്തെ? ഏയ്, ഒന്നുമില്ല. അലീന കാണാൻ വന്നത് ഇഷ്ടായില്ലേ? എനിക്കിഷ്ടമായാലെന്തില്ലെങ്കിൽ എന്ത്, താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ. അതെന്താ ഡോക്ടർ അങ്ങനെ സംസാരിച്ചേ? സത്യം പറ, ഞാൻ ചെയ്തത് തെറ്റായി പോയിന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? എന്നല്ല മാളു ഞാൻ പറഞ്ഞത്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അലീന തന്നെയാണെന്ന് താൻ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഡോക്ടർ ക്ഷമിക്കണം, പറയുന്നത് മനഃപൂർവ്വം. അലീനയാണ് കാണാൻ വരുന്നതെന്നറിഞ്ഞ ഡോക്ടർ ഒരു പക്ഷെ അതിന് സമ്മതിക്കാതെ എന്നെയും കൂട്ടി മടങ്ങിയേക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാ ഞാൻ തമാശയൊക്കെ പറഞ്ഞ് ആ സിറ്റുവേഷൻ ഒന്ന് ലൈറ്ററാക്കാൻ നോക്കിയത്. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? സത്യം പറയ്. ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ താൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കണം. ആലോചിക്കോ? പറയൂ. പരസ്പരം പല കാര്യങ്ങളും മറച്ചു വെച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. അത് തിരിച്ചറിയാനും തിരുത്താനും ഒക്കെ നമുക്ക് വേണ്ടി വന്ന സമയം തനിക്കറിയാലോ. ഇനി ഒരിക്കലും അങ്ങനൊരു തെറ്റ് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി പരസ്പരം മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ ഒന്നും ഉണ്ടാവരുത്. ഞാൻ പറയുന്നത് മാളുവിന് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ, ഡോക്ടറെ മറച്ചു വെക്കാനായിരുന്നെങ്കിൽ എനിക്കിങ്ങനൊരു മീറ്റിംഗ് തന്നെ അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അലീനയോട് പറയാനുള്ളത് അതെന്താണെങ്കിലും അത് ഡോക്ടറുടെ പ്രസൻസിൽ വെച്ചാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനൊരു മീറ്റിംഗ് ഡോക്ടറോട് പറയാതെ ഞാൻ അറേഞ്ച് ചെയ്തത്. ഈ കൂടിക്കാഴ്ച പോലും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു മാളു. ഇതെന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പറയാനുള്ളത് സ്ട്രെയിറ്റായി ആ കുട്ടിയോട് പറഞ്ഞതുകൊണ്ട് രണ്ട് കൂട്ടരുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടില്ലേ? അതൊരു നല്ല കാര്യമല്ലേ? മാളുവിന് പറയാനുള്ളതെല്ലാം മാളു വളരെ ഓപ്പണായി സ്ട്രെയിറ്റ് ഫോർവേഡായി അലീനയോട് പറഞ്ഞു. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അലീന നമ്മളോട് സംസാരിച്ചത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. പക്ഷെ ഡോക്ടർ, എനിക്കങ്ങനെയല്ല തോന്നിയത്. അവർ വളരെ ജെനുവിനായിട്ടാണ് സംസാരിച്ചത്. എന്താ ഡോക്ടർക്ക് അങ്ങനെ തോന്നിയില്ലേ? അല്ല, ഒരു കാര്യം ചോദിച്ചാ എന്നോട് സത്യം പറയോ? എന്താ, ഞാൻ കള്ളം പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ പറയും. ഡോക്ടറോട് മാത്രമായിട്ട് അവരെന്താ സംസാരിച്ചേ? എന്താ, എന്നോട് പറയാൻ പറ്റാത്തായിട്ടുള്ള എന്തെങ്കിലാണോ? എങ്കിൽ വേണ്ട, ഞാനിങ്ങനെ ഒന്ന് ചോദിച്ചായിട്ട് പോലും തോന്നണ്ട. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്നോട് മാത്രമായി അലീന കാര്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാ സത്യം. പതിവ് പോലെ
അലീനയുടേതായ സ്റ്റൈലിൽ ഒരു ഓൾ ദി ബെസ്റ്റ്. പിന്നെന്താ, അലീന കാരണം ഉണ്ടായ കുഴപ്പങ്ങൾക്കൊക്കെ സിൻസിയർ ആണെന്ന മട്ടിൽ ഒരു സോറി. അത്രമാത്രമേ പറഞ്ഞുള്ളൂ? ഡോക്ടർ ഒന്നും ചോദിച്ചില്ലേ? അലീന ലണ്ടനിലുള്ള പപ്പയുടെ അരിയിലേക്ക് മടങ്ങുമെന്ന് അന്ന് വീട്ടിൽ വന്നപ്പോൾ മമ്മിയോട് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തിരിച്ചു പോക്ക് ഉടനെ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ അവരുടെ കാര്യമല്ലേ, അവര് പോവോ പോവാതിരിക്കോ ചെയ്യട്ടെ, നമുക്കെന്ത് ചെയ്തം? ചെയ്തൊന്നുമില്ല. എങ്കിലും അലീന ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്കെന്തോ അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊരു തോന്നല്. ഡോക്ടർ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നത്? അതവരുടെ പേഴ്സണൽ കാര്യമല്ലേ, നമ്മളായിട്ട് അതിൽ ഇന്റർഫിയർ ചെയ്യണ്ട. നമ്മുടെ ലൈഫിലേക്ക് അവരുടെ ഇടപെടലും വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ കഴിഞ്ഞല്ലോ. ഏതായാലും ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ വളരെ ഹാപ്പിയാ. മനസ്സിലുള്ളതെല്ലാം അവരോട് തുറന്നു പറയാൻ പറ്റി. നമ്മളെ ഒരിക്കലും അകറ്റാനോ തമ്മിൽ പിരിക്കാനോ കഴിയില്ലെന്ന് അവർക്ക് പരിപൂർണമായും ബോധ്യമായെന്നാ തോന്നുന്നത്, അല്ലേ ഡോക്ടർ? അപ്പോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നീയും ഗീതയും തമ്മിലൊരു മഞ്ഞുരുക്കം നടന്നിട്ടില്ല അല്ലേ? ഞാനതിന് ശ്രമിക്കാഞ്ഞിട്ടല്ല അമ്പിമാമ. പക്ഷെ ഓരോ തവണ ഞാനതിന് ശ്രമിക്കുമ്പോഴും അമ്മ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പതിവ്. ആദ്യമൊക്കെ അതൊരു സാധാരണ പരിഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എൻ്റെ ഓരോ ശ്രമവും പരാജയപ്പെടുമ്പോഴും അമ്മ അത് എത്രമാത്രം സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശേ, നീ അതിനെ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. പോ, ഞാൻ ഗീതയുമായിട്ട് ഇക്കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? സത്യത്തിൽ എന്തിനാ നിന്നോട് ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നതെന്ന് ഗീതയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാ സത്യം. അത് അമ്പിമാമനോട് അമ്മ വെറുതെ പറയുന്നതാ. അമ്മയ്ക്കൊരു സൂചന പോലും കൊടുക്കാതെ മാളുവിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തതാ അമ്മ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. പക്ഷെ അമ്പിമാമ അന്ന് അങ്ങനെ ചെയ്യാനല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്റെ മുമ്പിൽ ഇല്ലായിരുന്നു. അക്കാര്യമൊക്കെ ഞാൻ ഗീതയോട് വ്യക്തമായി പറഞ്ഞതാ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോ നീയും മാളും തമ്മിൽ ആരോടും പറയാതെ നാടുവിട്ടു പോയതും പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നതും ഒന്നും അല്ല ഗീതയുടെ യഥാർത്ഥ പ്രോബ്ലം. അതൊരു ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിൽ വന്നൊരു ഫെയിലിയറാ. പിന്നെ നിന്നെക്കുറിച്ച് ഗീത വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ സൊസൈറ്റിക്ക് നിന്നോടും നിനക്ക് സൊസൈറ്റിയോടുമുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാ ഗീതയുടെ ഉത്കണ്ഠ മുഴുവനും. സോറി, അമ്പിമാമൻ എന്താ അർത്ഥമാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാളവും നീയുമായി കുറച്ചുനാൾ മാറി നിന്നപ്പോ തീർച്ചയായും അതറിഞ്ഞവരൊക്കെ, അതായത് സൊസൈറ്റി, മറ്റൊരു തരത്തിലുള്ള അർത്ഥമാണ് അതിന് കൊടുത്തത്. അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് വളരെ ചുരുക്കം പേർക്കല്ലേ അറിയൂ അപ്പു. പക്ഷേ സൊസൈറ്റിയിലെ ബഹുഭൂരിപക്ഷവും നിങ്ങളൊരു ലിവിങ് ടുഗദർ ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. നിലവിലെ സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിനെത്രമാത്രം വിപരീത അർത്ഥമുണ്ടെന്ന് അപ്പുവിന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഗീതയെയും വിപിയെയും പിന്നെ മാളുവിന്റെ പാരന്റ്സിനെയും ഒക്കെ ബാധിച്ച ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നു. സൊസൈറ്റി ഞങ്ങളുടെ പ്രവൃത്തിയെ ഏത് ആസ്പെക്റ്റിൽ എടുത്താലും ഞങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ പേരൻസ് അല്ലേ അമ്പിമാമ? ഇപ്പോ മുരളിയങ്ങളുടെ അശ്വതേന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. വിപിയെക്കാളും അമ്മയെക്കാളും ഒക്കെ ഇക്കാര്യത്തിൽ വളരെ ഓർത്തഡോക്സ് നിലപാടാ അവരുടേത്. അവർക്ക് പോലും മാളുവിനോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്റെ അമ്മയ്ക്ക് അതിന് സാധിക്കുന്നില്ല? അതാ എന്റെ ചോദ്യം. സൊസൈറ്റി എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയൊന്നും ഗീതയ്ക്കില്ല. പിന്നെ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നിന്നോടുള്ള സ്നേഹക്കൂടലുണ്ടാപ്പോ. മറ്റാരുടെ മുന്നിലും തലകുനിക്കാത്ത, പതറാത്ത, ധീരനായ ഒരു ആൺകുട്ടിയാണ് നീയെന്ന് ഗീത സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരെ, ഈ പറഞ്ഞ സൊസൈറ്റിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അവിടെ ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾക്കൊരു തിരിച്ചടിയാകുമോ എന്നൊരു ഉത്കണ്ഠ ഗീതയ്ക്കുണ്ട്. പിന്നെ അതുമാത്രമല്ല, നിന്നെക്കുറിച്ച് ഗീതയ്ക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നിന്റെ ഈ പ്രവൃത്തി കാരണം അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരാശങ്ക ഗീതയെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ അമ്പിമാമ? ഞാൻ മാളുവിന് നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം എങ്ങനെ തിരികെ കൊടുക്കാന്ന് ആലോചിച്ചിരിക്കായിരുന്നു. മറ്റെല്ലാ വഴികളും അടഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഇങ്ങനൊരു സാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അതിനെക്കുറിച്ച് അപ്പോഴത്തെ അവസ്ഥയിൽ ബിപിയോട് അമ്മയോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നിയില്ല. ഡിസ്കസ് ചെയ്തിരുന്നുവെങ്കിലും ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യം എടുത്തു. അതിന്റെ പേരിൽ അമ്മയോടും അച്ഛനോട് ഞാൻ ക്ഷമ പറയുകയും ചെയ്തു. എന്നിട്ടും അമ്മയുടെ പിണക്കം മാറില്ലെന്ന് വെച്ചാ പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ രണ്ടുപേരുടെ വെർഷനും ഞാനാ കേട്ടത്. ആ ഒരു അനുഭവത്തിൽ നിന്നും പറയാലോ. അപ്പോ ഇപ്പൊ ഗീത നിന്നോട് കാണിക്കുന്ന അകലത്തെക്കുറിച്ച് നീ ഒട്ടും ബോധേടാവണ്ട. അത് മക്കളോട് ഇമോഷണൽ ബാർഗൈനിങ് നടത്തുന്ന അമ്മമാരുടെ ഒരു ശീലമാണ്. അതേ ഇവിടെ ഗീതയും ചെയ്യുന്നുള്ളൂ. പിന്നെ ഗീതയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിന്റെ ഫ്യൂച്ചറും കരിയറും ഒക്കെയാ അവളുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി. അത് മറന്ന് നീ മറ്റു പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആകുന്നത് ഗീതയെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ട്. അതുമാത്രം നീ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇനി എന്ത് വേണം? സംഭവിച്ചതിനൊക്കെ ഞാൻ അമ്മയോട് നേരിട്ട് സോറി പറഞ്ഞു. അമ്മ അത് ക്ഷമിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, എന്നെ കൂടുതൽ സംശയിക്കാനും അകറ്റി നിർത്താനും ഇപ്പോഴും ശ്രമിക്കുന്നത്. നീ അതൊന്നും കാര്യമാക്കണ്ട. ഇപ്പോ ഇനി എന്ത്, എങ്ങനെ എന്നൊക്കെയാണ് ബുദ്ധിപൂർവം ചിന്തിച്ച് നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത്. അമ്മയുടെ പിണക്കമൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ താനേ അങ്ങ് മാറിക്കൊള്ളൂടോ. ഇപ്പോഴുള്ള ഈ വഴക്കും പിണക്കമൊക്കെ മാറി പരസ്പരം സ്നേഹത്തോടെയും കരുതലോടെയും ജീവിച്ചു പോകാൻ ഞാൻ ഗീതയോടും പറഞ്ഞിട്ടുണ്ട്. ഗീതയൊക്കെ പഴയ തലമുറയിൽപ്പെട്ട ആളല്ലേ. എല്ലാറ്റിനോടും ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ സമയമെടുത്തെന്ന് വരും. അതൊന്നും ഒരു കുറവായോ കുറ്റമായോ നീ കാണണ്ട. ഇപ്പോ നിന്നിൽ നിന്ന് എത്ര അകലം പാലിക്കാൻ ശ്രമിച്ചാലും നിന്റെ സ്പേസ് അത് അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. തിരിച്ചു അങ്ങനെ തന്നെ ആവും. അതുകൊണ്ട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നീ കൂടുതൽ ടെൻഷൻ ആവണ്ട. ഗീതയെ നിന്നിലേക്ക് പതിയെ പതിയെ തിരിച്ചുകൊണ്ടുവരാനുള്ള വഴികളെക്കുറിച്ചാ ഇപ്പൊ നീ ആലോചിക്കേണ്ടത്. ഞാനും അതിന് തന്നെ ശ്രമിക്കുന്നത് അമ്പിമാമ. അല്ല, അമ്പിമാമൻ ഇന്ന് തന്നെ പോണോ? എന്നുവെച്ചാ എന്താ കാര്യമെന്ന് പറപ്പോ? അമ്പിമാമൻ ഇന്ന് ഇവിടെ എൻ്റെ ഒപ്പം വേണം. അതെന്തിനാ? അതൊക്കെയുണ്ട്, ഞാൻ വഴിയെ പറയാം. അമ്പിമാമൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്റെ പ്രസൻസ് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമെങ്കിൽ ഞാനിന്നിവിടെ സ്റ്റേ ചെയ്യാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം. അഥവാ ഗീത എന്തെങ്കിലും നിന്നോട് നെഗറ്റീവായി സംസാരിച്ചാൽ നീ അതിനോട് അതേ രീതിയിൽ റിയാക്ട് ചെയ്യാൻ പാടില്ല. ഇല്ല അമ്പിമാമ, അമ്മയോടൊന്നും സംസാരിക്കാതെ തന്നെ അമ്മയെ ഈ മൗനത്തിന്റെ ഷെല്ലിൽ നിന്നും ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവാ. അതിൽ ഞാൻ തന്നെ വിജയിക്കും. ആഹാ, അത്ര കോൺഫിഡൻസ് ഉണ്ടോ നിനക്ക്? എന്താ സംഭവം? അത് സസ്പെൻസ്. എന്തായാലും അമ്പിമാമൻ ഇന്നിവിടെ ഉണ്ടല്ലോ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട. ആ, VP ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ആ ക്യാമ്പിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. നാളെ തന്നെ പാർട്ടിസിപ്പേഷൻ കൺഫേം ചെയ്യുന്നെന്നാണ് അവിടുന്ന് അതിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത്. ഞാൻ എന്താ വേണ്ടത്? ഇങ്ങനൊരു ക്യാമ്പിന്റെ കാര്യമോ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കാര്യമോ താനെന്താ നേരത്തെ പറയായിരുന്നു? ഇതിപ്പോ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്താ പറയണ്ടത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു VP. പക്ഷേ VP ഇവിടെ തനിച്ചാവുമല്ലോ എന്നോർത്താ പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ടാ പിന്നെയും പങ്കെടുക്കാന്ന് വെച്ചത്. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും നേട്ടമുള്ളതാണോ ഗീത? നേട്ടമില്ലെങ്കിൽ ഞാൻ അവിടം വരെ മെനക്കെട്ട് പോകാൻ തയ്യാറാവുമോ? ഏത് ഫീൽഡിലും എന്ന പോലെ മേക്ക് ഓവർ രംഗത്തും ഇപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ ട്രെൻഡിനനുസരിച്ച് നമ്മളും അപ്ഗ്രേഡ് ചെയ്യണം. അതിനൊക്കെ ഉതകുന്ന ഒരു ക്രാഷ് കോഴ്സാണ് ഇത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാനും ഇത് ഉപകരിക്കും. അതുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ക്യാമ്പ് ബാംഗ്ലൂരാന്നല്ലേ പറഞ്ഞത്? എത്ര ദിവസം ഉണ്ടാവും? ക്യാമ്പ് 4 ദിവസമേ ഉള്ളൂ. വരവും പോക്കും എല്ലാം കൂടെ ഒരാഴ്ച ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. അത്രയും ദിവസം ഇവിടുന്ന് മാറി നിൽക്കാന്ന് വെച്ചാ അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അപ്പവും VP ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഫുഡിന്റെ കാര്യം ഒരാഴ്ചത്തേക്ക് അത് പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ പോകാൻ തന്നെ താൻ തീരുമാനിച്ചു അല്ലേ? താല്പര്യം പോവാൻ തന്നെയാ.
BP കൂടി സമ്മതിക്കുമെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പുവിനോട് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് BPയുടെ സമ്മതം മാത്രം മതി. നാളെ തന്നെ മറുപടി പറയണം. പോകുന്നതിന് മുമ്പ് BPയുടെ അഭിപ്രായം അറിയിച്ചാൽ മതി. ആ, താൻ ഇതുവരെ കിടന്നില്ലേടോ? ഇല്ല. അഭിമാനം കിടക്കാൻ പോവാണോ? ഏയ്, അങ്ങനൊന്നുമില്ല. നേരത്തെ ഒന്ന് തയ്യാറെടുക്കുന്നതേ ഉള്ളൂ. എന്താടോ, തനിക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? ഗീത നാളെ കഴിഞ്ഞൊരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. അമ്പിമാമനോട് അതേക്കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? ഇല്ലല്ലോ. എന്തു പറ്റി? എവിടേക്കാ ഗീത പോകുന്നത്? ഒരു മേക്ക് ഓവർ വർക്ക്ഷോപ്പ് ബാംഗ്ലൂരിൽ വെച്ച്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാ ഗീത പോകുന്നത്. ഓ, അതെയോ? പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ ഗീത അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ ഗീതയ്ക്ക് അതിൽ പങ്കെടുക്കണമെന്നും താല്പര്യമില്ല. പക്ഷെ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാ ഗീത ഇപ്പൊ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. എന്ന് ഗീത തന്നോട് പറഞ്ഞോ? ഏയ്, നേരിട്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഗീതയുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാലോ. അപ്പോയിട്ടുള്ള പണക്കം കൊണ്ട് തന്നെയാ ഇപ്പൊ ഗീത ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോ അത് ശരിയാവും. ഗീതയ്ക്ക് ഇപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ VP, എന്നെ അതിശയപ്പെടുത്തുന്നത് ഗീത എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നാ. മുരളിയോ അശ്വതിയോ ആണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെങ്കിൽ അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. പക്ഷേ ഗീതയെ പോലൊരാൾ, അതും തുടക്കം മുതൽ അപ്പുവിന് ഉറച്ച പിന്തുണയുമായി കൂടെ നിന്നിട്ട് ഇപ്പോ ഇങ്ങനൊരു കാര്യത്തിൽ എന്തുകൊണ്ടാ ഇത്ര വിചിത്രമായൊരു നിലപാട് ഗീത എടുക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ലടോ, തന്നോട് ഇതേക്കുറിച്ച് ഗീത വല്ലതും സംസാരിച്ചിരുന്നോ? അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിച്ചില്ല. ആ വിഷയം സംസാരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഗീത മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഈയിടെയായി അപ്പൂനെ ഗീതയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല ഒരു കാര്യത്തിലും. ഇപ്പൊ തന്നെ ഈ യാത്രയ്ക്ക് അപ്പൂന്റെ അഭിപ്രായം കൂടി അറിയണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോ അതിന്റെ ആവശ്യമില്ലെന്നാ ഗീത പറയുന്നത്. താൻ പറഞ്ഞതുപോലെ അപ്പൂൽ നിന്നും ഒരു അകലം പാലിക്കാനാവും ഗീത ഈ യാത്ര പ്ലാൻ ചെയ്യുന്നത്. അല്ലടോ, ഗീതയുടെ ബാംഗ്ലൂർ പരിപാടി എത്ര ദിവസം ഉണ്ടാവും? ട്രാവലിംഗ് ഉൾപ്പെടെ ഒരാഴ്ചത്തെ പരിപാടിയാണെന്നാണ് ഗീത പറയുന്നത്. ആ, എങ്കിൽ കാര്യമാക്കണ്ട. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഗീത പോയിട്ട് വരട്ടെ. ഒരു കണക്കിന് നോക്കിയാ ഒന്ന് മാറി നിൽക്കുന്നത് ഗീതയ്ക്ക് ഗുണം ചെയ്യും. എല്ലാവരിൽ നിന്നും മാറി തനിച്ചൊരാഴ്ച നിൽക്കുമ്പോ ചിലപ്പോ ഗീതയുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. അപ്പോഴേക്കും അപ്പുവുമായുള്ള ഈ അകലം വേണ്ടിയിരുന്നില്ല എന്ന് ഗീതയ്ക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നല്ലത്. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. താൻ സമാധാനിക്കടോ. ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഗീത പോയിട്ട് വരട്ടെ. എന്നിട്ടും താനീ പറഞ്ഞതുപോലെ ഗീതയുടെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാ ആലോചിച്ചൊരു തീരുമാനം എടുക്കാടോ. ആ, എന്താ അപ്പോ? ഒന്നുമില്ല. ബിബി, ഡോക്ടർ അരവിന്ദനെ ഞാൻ വിളിച്ചിരുന്നു. ഡോക്ടർ ഔട്ട് ഓഫ് സ്റ്റേഷനാ. വരാൻ 3-4 ദിവസം കഴിയും. അത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ആ, എനിക്ക് പിന്നെ അത് മതി. അതുവരെ കഴിക്കാനുള്ള മെഡിസിനെ കൊണ്ടല്ലോ അല്ലേ? ആ, ഉണ്ട് ബിബി. അല്ല, അമ്പിമാമൻ ഇവിടെയാണ് കിടക്കുന്നത്. റൂമിൽ കിടക്കായിരുന്നില്ലേ? ഓഹോ, എന്തിനാ അപ്പോ? നമുക്കിങ്ങനെ തുറസായി കിടക്കുന്ന ഇഷ്ടം. ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടന്ന് അതൊരു ശീലമായി പോയി. അല്ല, നീ എന്നോട് ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ എന്തിനാ? ഏയ് വെറുതെ. അമ്പിമാമൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് കുറെ ആയില്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അമ്പട വീര, അത്രേ ഉള്ളൂ? ഞാൻ കരുതി വേറെ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാവുമെന്ന്. ശരിയെന്നാ, അമ്പിമാമൻ കിടന്നോ? ബിപി കിടക്കുന്നില്ലേ? കിടക്കണം. നീ പോയി കിടന്നോ. ശരി. ആ, അപ്പോ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി.
അമ്മ 2 ദിവസം കഴിഞ്ഞൊരു യാത്ര പോവാണ്. എങ്ങോട്ട്?